അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നാം ഏവരും ഭയപ്പെടുന്നതും അല്ലെങ്കിൽ നമ്മെ പല സൽപ്രവർത്തികളിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതുമായ ഒരു ഘടകമാണ് ശൈത്വാൻ. ഈ ശൈത്വാൻ നമ്മുടെ വീട്ടിൽ പ്രവേശിച്ചാൽ നമ്മുടെ പല കാര്യങ്ങളും, അത് എന്തുദ്ദേശമാകട്ടെ, അത് നടക്കാതെ വരാം. അപ്പോൾ പൈശാചിക വലയം അല്ലെങ്കിൽ പിശാചിനെ തൊട്ട് കാവലിനെ തേടുന്നവർ അല്ലെങ്കിൽ കാവലിനെ ആഗ്രഹിക്കുന്നവർ ചൊല്ലേണ്ടതും, പൈശാചിക വലയത്തിൽ പെട്ടുപോയി എന്ന് കരുതുന്നവർ അതിൽ നിന്നും രക്ഷ നേടാൻ അല്ലെങ്കിൽ വിമുക്തി പ്രാപിക്കാൻ ചൊല്ലേണ്ട ഒരു സിക്കറാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. വളരെയധികം ഫലപൂർണതയുള്ളതും വളരെയധികം ശ്രേഷ്ഠതയുള്ളതുമായ ഖുർആനിലെ തന്നെ വചനമാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിട്ടുള്ള ഈ സിക്ർ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇക്കാര്യത്തെ വളരെ ഗൗരവമായി എടുക്കുകയും ഇത് ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ അവസാന 2 ആയത്തുകളാണ് ആമന റസൂൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏറെ ശ്രേഷ്ഠതയുള്ള ആയത്തുകളാണിത്. അള്ളാഹുവിൻ്റെ വചനങ്ങളായ വിശുദ്ധ ഖുർആനിലെ എല്ലാ ആയത്തുകളും വളരെയേറെ മഹത്വമുള്ളവയാണെങ്കിലും ചില ആയത്തുകൾക്ക് മറ്റുള്ള ആയത്തുകളെക്കാളും മഹത്വവും പ്രാധാന്യവുമുണ്ട്. അപ്രകാരം തന്നെ ആമന റസൂലിനും ഏറെ ശ്രേഷ്ഠതകളും പ്രത്യേകതയുമുണ്ട്. ആദ്യമായി നമുക്ക് ആമന റസൂലിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ച് സംസാരിക്കാം. عن النعمان بن بشير عن النبي صلى الله عليه وسلم قال إن الله كتب كتابا قبل أن يخلق السماوات والأرض ب1000 عام أنزل منه آيتين وختم بهما سورة البقرة ولا يقرآن في دار 3 ليال فيقربها شيطان. നൊഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിശ്ചയം അള്ളാഹു ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിക്കുന്നതിൻ്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഗ്രന്ഥം ലൗഹുൽ മഹ്ഫൂദ് രേഖപ്പെടുത്തി. അതിൽ നിന്ന് 2 വചനങ്ങൾ അവൻ അവതരിപ്പിക്കുകയും അവ കൊണ്ട് സൂറത്തുൽ ബഖറ അവസാനിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അവ രണ്ടും 3 രാത്രികളിൽ ഒരു വീട്ടിൽ പാരായണം ചെയ്യപ്പെടുകയായാൽ ആ വീടിനോട് ശൈത്വാൻ അടുക്കുകയില്ല. മറ്റൊരു റിപ്പോർട്ടിൽ ഇപ്രകാരമാണുള്ളത്, വലാ യുഖ്റആനി ഫീ ബൈത്തി ഫയഖറബഹു ശൈത്വാനുൻ 3 ലയാലി. അവ രണ്ടും ഒരു വീട്ടിൽ പാരായണം ചെയ്യപ്പെടുകയായാൽ 3 രാവുകൾ ആ വീടിനോട് ശൈത്വാൻ അടുക്കുകയില്ല. عن ابن عباس قال بينما جبريل قائد عند النبي صلى الله عليه وسلم سمع نقيلا من فوقه فرفع رأسه قال هذا باب من السماء فتح اليوم لم يفتح قط إلا اليوم فنزل منه ملك فقال هذا ملك نزل إلى الأرض لم ينزل قط إلا اليوم فسلم وقال أبشر بنورين وأوتيتهما لم يؤتهما نبي قبلك فاتحة الكتاب وخواتيم سورة البقرة لن تقرأ بحرف منهما إلا أوتيته. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം, ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലിരിക്കെ ഉപരിതലത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. ഉടനെ തല ഉയർത്തിയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഇതാ ഇന്നേ ദിവസം വാനലോകത്തിൽ ഒരു കവാടം തുറക്കപ്പെട്ടിരിക്കുന്നു. ഇന്നല്ലാതെ മുമ്പൊരിക്കലും അത് തുറക്കപ്പെട്ടിട്ടില്ല. എന്നിട്ട് അതിൽ നിന്ന് ഒരു മലക്ക് ഇറങ്ങി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിശദീകരിച്ചു, ഇദ്ദേഹം ഭൂലോകത്ത് ഇറങ്ങി വന്നിട്ടുള്ള ഒരു മലക്കാണ്. ഇന്നേ ദിവസമല്ലാതെ മറ്റൊരിക്കലും ഇദ്ദേഹം ഇറങ്ങി വന്നിട്ടില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അങ്ങേക്ക് സലാം ചൊല്ലിയിട്ട് അദ്ദേഹം പറയുന്നു, നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള 2 പ്രകാശം കൊണ്ട് നീ സന്തോഷിക്കൂ. നിങ്ങൾക്ക് മുമ്പേ ഒരു നബിക്കും അവ രണ്ടും നൽകപ്പെട്ടിട്ടില്ല. സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗവുമാണിത്.
അവയിൽ നിന്ന് ഒരു വിഷയം നിങ്ങൾ ഓതുകയില്ല. അത് എങ്ങനെ? അത് ആ ദുആകൾക്കുള്ള ഉത്തരം നിങ്ങൾക്ക് നൽകപ്പെടാതെ. അനി അബ്ദില്ല ഖാല ലമ്മൻ ഉസ്രി ബിറസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം انتهي به إلى سدرة المنتهى وهي في السماء السادسة إليها ينتهي ما يعرج به من الأرض فيقبض منها وإليها ينتهي ما يحبط به من فوقها فيقبض منها قال يغشى السدرة ما يغشى قال فراش من ذهب قال فأعطي رسول الله صلى الله عليه وسلم ثلاثا أعطي صلوات الخمس وأعطي خواتيم سورة البقرة وغفر لمن لم يشرك بالله من أمته شيئا المقهمات. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇസ്രാ വേളയിൽ സിദ്റത്തുൽ മുൻതഹയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അതാകട്ടെ 6-ാം ആകാശത്തിലാകുന്നു. ഭൂമിയിൽ നിന്ന് ഉയർന്നു പോകുന്നതൊക്കെ അവിടെ സിദ്റത്തുൽ മുൻതഹയിൽ എത്തും. അവിടെ നിന്നാണ് അവയൊക്കെ അള്ളാഹുവിലേക്ക് കയറുന്നത്. അള്ളാഹുവിൽ നിന്ന് ഇറങ്ങുന്നതൊക്കെ അവിടെ എത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതി ആ ഇലന്ത മരത്തെ ആവരണം ചെയ്യുന്നതൊക്കെ അതിനെ ആവരണം ചെയ്തിരുന്നപ്പോൾ അദ്ദേഹം പറയുന്നു, സ്വർണം കൊണ്ടുള്ള പൂമ്പാറ്റകൾ. അബ്ദുല്ല റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 3 കാര്യങ്ങൾ അവിടെ വെച്ച് നൽകപ്പെട്ടു. 5 നേരത്തെ നമസ്കാരം, സൂറത്തുൽ ബഖറയിലെ അവസാന ഭാഗം, അതായത് ആമന റസൂല് നൽകപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഉമ്മത്തിൽ ശിർക്ക് ചെയ്യാത്തവർക്ക് പാപം പൊറുക്കപ്പെടുന്നതാണ് എന്നതും അറിയിച്ചു. ഇനിയും ഒരുപാട് മഹത്വങ്ങൾ അടങ്ങിയിട്ടുള്ളതും അതിലേറെ ശ്രേഷ്ഠമായതുമാണ് ആമന റസൂൽ. അപ്പോൾ ഇതിൻ്റെ ശ്രേഷ്ഠതകൾ എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ ഇനി അധികം ദീർഘിപ്പിക്കാതെ ആയത്തിലേക്ക് പോകുന്നു. എല്ലാവരും കൂടെ ചൊല്ലുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. ആയത്ത് ഒരു വട്ടം കൂടി ആവർത്തിക്കുകയാണ്. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി ഫഖാലു സമിഅനാ വഅതഅനാ ഗുഫ്രാനക റബ്ബനാ വഇലൈക്കൽ മസീർ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ ലഹാ മാ കസബത് വഅലൈഹാ മക്തസബത് റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ غفرانك ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. എന്ന ആയത്തും ഫാത്തിഹ സൂറത്തും മറ്റു മുഅവ്വിസതൈനി അതുപോലെയുള്ള രാത്രി എന്നും നമ്മൾ കിടക്കാൻ പോകുന്ന സമയത്ത് ചൊല്ലുന്ന സിക്റിന്റെ കൂടെ ഇത് കൂടി ഉൾപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതാണ്. എന്നും രാത്രിയിൽ 3 തവണ ഇത് ഓതി ദുആ ചെയ്തുകൊണ്ട് ഉറങ്ങുക. അല്ലാഹു തആല നമ്മൾ ഏവരെയും പൈശാചിക തന്ത്രങ്ങളിൽ നിന്നും പിശാചിനെ തൊട്ടും കാത്തു രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കും ദീർഘായുസ്സും ആഫിയത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളുടെ ഏവരുടെയും ഉദ്ദേശങ്ങളും മറ്റു ആഗ്രഹങ്ങളും സഫലീകരിച്ച് തരുമാറാകട്ടെ.
സാമ്പത്തികമായും മറ്റു ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർക്ക് അതെല്ലാം നീക്കിത്തരുമാറാകട്ടെ. മാത്രമല്ല, മരണം, പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, മാറാരോഗങ്ങൾ എന്നിവയെ തൊട്ടെല്ലാം അല്ലാഹു തആല നമുക്ക് കാവൽ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വാഹൃദാവാന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.